Hello students, welcome to another session on history. Today we will discuss the paper Method of Historical Research, which is a core paper for first semester MA History. The first module is Research Methodology, Major Trends. In this module we will discuss the social science research. What is social science research? Social science research can be simply described as the scientific study of human society. മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി സബ്ജക്ട്സ് ലൈക്ക് സോഷ്യോളജി, എക്കണോമിക്സ്, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡെമോഗ്രഫി എക്സെട്ര. അപ്പോൾ ചരിത്രം മാത്രമല്ല ഒരുപാട് മറ്റ് വിഷയങ്ങളും ഈ സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നു, ഹ്യൂമാനിറ്റീസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. Then social science research is the scientific undertaking in the field of social sciences to acquire new facts. So why do we do research in social science? എന്ന് ചോദിച്ചാൽ it is to acquire new facts. പുതിയ സമൂഹത്തെക്കുറിച്ച്, അതിൻ്റെ പാറ്റേണിനെ കുറിച്ച്, മനുഷ്യനെക്കുറിച്ചും മനുഷ്യ സമൂഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനാണ് സോഷ്യൽ സയൻസ് റിസർച്ച് നമ്മൾ നടത്തുന്നത്. സോഷ്യൽ റിസർച്ച് ക്യാൻ ബി യൂസ് ടു അഡ്രസ് വാരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ്റെ സ്വഭാവം, സമൂഹത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്പെക്ട്സ് മനസ്സിലാക്കാൻ നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ച് ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ദ മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് സിമ്പിൾസ് with a view to extend new knowledge or verify the old knowledge, whether that knowledge aids in the construction of a theory or in the practice of an art. അപ്പോൾ നമ്മൾ ഇത്തരം സോഷ്യൽ സയൻസ് റിസർച്ച് മുൻപ് ധാരാളം നടന്നിട്ടുണ്ട്. അത്തരം മുൻപ് നടന്നിട്ടുള്ള സോഷ്യൽ സയൻസ് റിസർച്ചും അവ നടത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില സിദ്ധാന്തങ്ങളും ഈ സോഷ്യൽ സയൻസ് തിയറീസും അതിൻ്റെയൊക്കെ അത് എത്രത്തോളം ഇന്നും റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ അവയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്, അവ ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു പഴയ കാലത്തെ ചരിത്ര ഗവേഷണവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇന്നത്തെ കാലത്ത് നടക്കുന്ന ബന്ധവും ഗവേഷണം തമ്മിലുള്ള ബന്ധം, ഒരു എക്സ്ചേഞ്ച് സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമുക്ക് പലപ്പോഴും കാണാവുന്നതാണ്. Then positivism. Positivism is an ideology. Positivism is a method. Positivism is a view about the appropriate methodology of social science, emphasizing empirical observation. But positivism എന്ന് പറയുന്നത് is based on scientific methodology, is based on objectivity. അപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത് യു നീഡ് ടു ബി ന്യൂട്രൽ. ഒരു പ്രത്യേക താല്പര്യമോ പ്രത്യേക ആശയഗതിയോ ഒരു പ്രത്യേക വീക്ഷണത്തോടുള്ള താല്പര്യമോ ഒന്നും സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റാൻഡിലായിരിക്കണം നിൽക്കേണ്ടത്. സോ ദ പോസിറ്റീവ് പാരഡൈം ഓഫ് എക്സ്പ്ലോറിംഗ് സോഷ്യൽ റിയാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ that can best gain an understanding of human behavior through observation and reason. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസിറ്റിവിസത്തിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് എംഫസൈസിങ് എംപിരിക്കൽ ഒബ്സർവേഷൻ. എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്ന ഡാറ്റ കണ്ടെത്തുന്ന രീതിയാണ് എംപിരിക്കൽ. അപ്പോൾ അത്തരം ശാസ്ത്രീയമായ ഒരു നിരീക്ഷണം നടത്തിയിട്ട് വേണം, എംഫസൈസിങ് എംപിരിക്കൽ ഒബ്സർവേഷൻ നടത്തിയിട്ട് വേണം നമ്മൾ ഗവേഷണം നടത്താൻ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് നടത്താൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മെത്തേഡാണ് പോസിറ്റിവിസ്റ്റ് മെത്തേഡ്. ദ പോസിറ്റിവിസ്റ്റ് paradigm of exploring social reality is based on the idea that can best gain an understanding of human behavior through observation and reason. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒബ്സർവേഷനും റീസണും. യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതി, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതൊരു ഒബ്സർവേഷൻ അടിസ്ഥാനത്തിലാണ്, ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പോസിറ്റിവിസം ഈസ് ദ നെയിം ഫോർ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ സോഷ്യൽ വർക്ക്. സോഷ്യൽ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം, ആ പഠനത്തിൻ്റെ രീതിയെ കൂടി നമുക്ക് പോസിറ്റിവിസം എന്ന് വിളിക്കാം. ഇറ്റ്സ് ഗോൾ ഈസ് ടു ഫോർമുലേറ്റ് അബ്സ്ട്രാക്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ലോസ് ഓൺ ദ ഓപ്പറേറ്റീവ് ഡൈനാമിക്സ് ഓഫ് ദ സോഷ്യൽ യൂണിവേഴ്സ്. ഇൻ പോസിറ്റിവിസം ലോസ് ആർ ടു ബി ടെസ്റ്റഡ് അഗെയിൻസ്റ്റ് കളക്റ്റീവ് ഡാറ്റ സിസ്റ്റമാറ്റിക്കലി. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില തിയറീസ് ഉണ്ടാക്കിയെടുക്കുക സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ഭാഗമായി. സമൂഹത്തെക്കുറിച്ച് പഠിച്ച് അത് ഉൾക്കൊള്ളുന്ന, അതിനെ
മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില സിദ്ധാന്തങ്ങൾ തിയറീസും ഒക്കെ ഉണ്ടാക്കുക, അത് രൂപവൽക്കരിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഈ സോഷ്യൽ സയൻസ് റിസർച്ചിൽ വരുന്നതാണ്. സോ പോസിറ്റിവിസം ആക്ച്വലി want to formulate abstract and universal laws which works with human behavior or the behavior of the society. അതാണ് പോസിറ്റിവിസം. സോ പോസിറ്റിവിസം is a view about the appropriate methodology of social science emphasizing ഇംപെരിക്കൽ ഒബ്സർവേഷൻ. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ സമൂഹത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് ശാസ്ത്രീയ അടിത്തറയോടുകൂടിയുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് ചില സോഷ്യോളജിക്കൽ തിയറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പോസിറ്റിവിസം എന്ന മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then scientific method as applied in history. For example, the scientific method was actually began with Sir Francis Bacon in England. He came up with a new method called inductive method. Scientific method തന്നെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. ഒരു സയൻറ്റിഫിക് എൻക്വയറി ആണ്, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്താനുള്ള ശ്രമം, ഒരു ഫൈൻഡിങ് ആണ് ഇൻഡക്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കാം. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് റാഷണൽ, സിസ്റ്റമിക് ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ച്. അതൊരു മെത്തഡോളജിക്കൽ അപ്രോച്ചാണ്, അതൊരു റാഷണൽ അപ്രോച്ചാണ്, അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയാണ്, വളരെ റാഷണലായി യുക്തിസഹമായി ഒരു സിസ്റ്റമിക്കായിട്ട് ഒരു ക്രമത്തിലാണ് നമ്മളതിനെ സമീപിക്കുന്നത്. ഇറ്റ് ഹാസ് എ മെത്തഡ് ഓൾസോ, അതിനൊരു രീതിയുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മളൊരു പ്രശ്നത്തെ സമീപിക്കുകയും അതിനെ നിരീക്ഷിച്ച് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻപുട്സും എടുത്ത് അതിന് വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്ത് ശാസ്ത്രീയമായി നമ്മളതിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. There are two essential conditions for scientific inquiry. One is a society which is free from primitive and traditional shackles and promotes scientific attitudes. Second, the investigator must be an intelligent, rational and unbiased person. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ് ഈ സയൻറ്റിഫിക് എൻക്വയറി നടത്താൻ നമുക്ക് വേണ്ടത്. ഒന്ന്, ആ സയൻറ്റിഫിക് എൻക്വയറിയെ സപ്പോർട്ട് ചെയ്യുന്ന, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹം, ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് വേണം. രണ്ടാമത്തേത്, ദ റിസർച്ചർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് should be an intelligent one, having a rational mentality and an unbiased intellect. Then what are the steps of scientific method? First one is scientific observation. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒബ്സർവേഷൻ എന്നാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ത് കാര്യത്തെയും. ദ ബേസിക്സ് ടെക്നിക് ഓഫ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ. വെറും ഒബ്സർവേഷൻ അല്ല, ഇറ്റ്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ. അതൊരു ട്രെയിൻഡ് ഒബ്സർവേഷൻ ആണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ. നോളജ് ബിഗിൻസ് ത്രൂ കെയർഫുൾ ഒബ്സർവേഷൻ. അപ്പോൾ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒരു പ്രത്യേക വിഷയത്തെ വളരെ ആഴത്തിൽ അതിൻ്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കി, അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി, അതിൻ്റെ ഇവല്യൂഷൻ മനസ്സിലാക്കി, അതിൻ്റെ ചേഞ്ച് മനസ്സിലാക്കി, അതെങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നത്, ഏത് രീതിയിലാണ്. അപ്പോൾ വളരെ ആഴത്തിലുള്ള നിരീക്ഷണത്തെയാണ് നമ്മൾ സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിലൊരു മെത്തേഡുണ്ട്. സയൻറ്റിഫിക് ഒബ്സർവേഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ എ ട്രെയിൻഡ് ഒബ്സർവർ. ഒരു ട്രെയിൻഡ് ഒബ്സർവർ ആയിരിക്കണം. എങ്ങനെയാണ് സയൻറ്റിഫിക്കലി ഒരു ഒബ്സർവേഷൻ നടത്തേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകിച്ചും തീർച്ചയായും ട്രെയിനിങ്ങിലൂടെയാണ് ലഭിക്കുന്നത്. ദെൻ നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടേമാണ് ഹ്യൂറിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഹ്യൂറിസ്റ്റിക്സ് is a word meaning aiding or guiding discovery. കണ്ടുപിടുത്തത്തെ സഹായിക്കുന്നതാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് മറ്റൊരു പേരും അതിനുണ്ട്. ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഒതൻറ്റിസിറ്റി ഓഫ് ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി ധാരാളം പഴയ ഡോക്യുമെൻറ്റ്സും എല്ലാം കിട്ടും. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എത്രത്തോളം ആധികാരികമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ വിദ്യ ഉപയോഗിക്കുന്നത്. Before examining the contents of the document, we have to make ourselves quite sure that the document itself is a genuine one. ഓക്കെ, അപ്പോൾ ഒരു പുസ്തകം, ഒരു ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കുന്നതിന് മുൻപ് അത് കിട്ടിയത് എവിടെ നിന്നാണ്, ആരാണ് അത് എഴുതിയെന്ന് വിശ്വസിക്കുന്നത്, അത് ശരിക്കും അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അതൊരു ഫേക്കായിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തന്നെയുള്ളതാണോ, അല്ലെങ്കിൽ ഒരുപാട് പഴക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ വാസ്തവത്തിൽ വഴക്കമില്ലാത്തതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം നോക്കുന്നു. അതിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. പുസ്തകം തുറന്ന് വായിക്കുന്നതിന് മുമ്പ് നടത്തുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് വായിക്കുന്നതിന് മുമ്പ് നടത്തുന്ന കാര്യമാണ്.
Historical records are tampered with not only for some material advantage but also for a variety of other reasons. നമ്മളിത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും പണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന പല ഡോക്യുമെൻസിനും അത് എഴുതുന്ന ആൾ പല തരത്തിലുള്ള ട്വിസ്റ്റുകൾ അതിനകത്ത് കൊണ്ടുവരാൻ ഡിസ്റ്റോർഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ആ എഴുതുന്ന ആളുടെ പ്രൈഡ്, വാനിറ്റി, സിമ്പതി, ആൻറ്റിപ്പതി, പേഴ്സണൽ റൈവൽറി, പൊളിറ്റിക്കൽ ഡിഫറൻസസ്, സോഷ്യൽ ഡിസ്റ്റിങ്ഷൻസ്, religious disputes or patriotic fervor could induce certain individuals to distort original records. അപ്പോൾ ഒറിജിനലായിട്ടുള്ള സത്യം എന്തെന്നുള്ളത് ഒരു പക്ഷേ മാറ്റി അത് വികൃതമാക്കി എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് അതാണ് സത്യമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആദ്യം നടത്തുന്നത്. അതിനുശേഷം വി ഹാവ് ദ ഇന്റേണൽ ക്രിറ്റിസിസം ഓർ ഹെർമെന്യൂട്ടിക്സ്. ഇതെന്താണ്? ഇത് കണ്ടന്റിനെ കുറിച്ചുള്ള എന്താണ് അതിൻ്റെ കണ്ടന്റിൻ്റെ ഉള്ളടക്കം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കെയർഫുൾ സ്ക്രൂട്ടനൈസിങ് ഓഫ് കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെന്റ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് നോയിങ് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ഹൗ മച്ച് ഫോൾസ്. എത്രത്തോളം ശരിയാണത്, എത്രത്തോളം തെറ്റ് അതിനകത്തുണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ ഉള്ളടക്കം വായിച്ച് വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നത്. This operation in methodology is also known as interpretative criticism. മറ്റൊരു പേരാണ് interpretative criticism. Its main task is to find out whether what is contained in a document may be accepted as true or not. അതിൻ്റെ ഡോക്യുമെൻ്റ് ഉള്ളടക്കം സത്യമാണോ, അതിന് സത്യമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. This is obviously a more fundamental and significant task and hence it is known as higher criticism. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ആഴത്തിൽ ഉയർന്ന തലത്തിൽ പഠിക്കുന്നതുകൊണ്ട് ഇതിനെ ഹയർ ക്രിറ്റിസിസം, ഹെർമന്യൂട്ടിക്സിനെ ഹയർ ക്രിറ്റിസിസം എന്നുകൂടി വിളിക്കാറുണ്ട്. അടുത്തത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ആ പേര് കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് പലപ്പോഴും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ക്വാളിറ്റി അതിൻ്റെ ഗുണത്തെ കാണിക്കുന്നതാണ്, ക്വാണ്ടിറ്റി അതിൻ്റെ അളവിനെ കാണിക്കുന്നതാണ്. രണ്ട് അർത്ഥം നമുക്കറിയാവുന്നതാണ്. ഇനി റിസർച്ചിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. Quantitative research is based on the quantitative measures of some characters. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സയൻറ്റിഫിക് ഒരു സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണം. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഇതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും കൂടുതലും വരിക, ക്വാളിറ്റേറ്റീവ് ആകണമെന്നില്ല. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോൾ എന്തിൻ്റെങ്കിലും എണ്ണമോ അല്ലെങ്കിൽ നമുക്ക് നമ്പറുകളായിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത്, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്, ഇത്തരം കണക്കുകൾ ധാരാളമായി വരുന്ന റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അല്ലെങ്കിൽ അത്തരം ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഫിനോമിന ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സും അതിൻ്റെ മറ്റ് പ്രത്യേകതകളൊക്കെ യു ക്യാൻ എക്സ്പ്രസ് ദാറ്റ് ഇൻ ക്വാണ്ടിറ്റീസ്. അളവുകളായിട്ട് നമുക്ക് ഇത്ര എണ്ണം, ഇത്ര പോപ്പുലേഷൻ, ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞ് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. But qualitative റിസർച്ചിലേക്ക് വരുമ്പോൾ on the other hand is concerned with the qualitative phenomena and the phenomena relating to or involving quality or kind. ഒരു പ്രത്യേക സ്വഭാവം, ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഗവേഷണം, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള ഗവേഷണം, എഴുത്ത് രീതിയെക്കുറിച്ചുള്ള ഗവേഷണം, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഗവേഷണമാണ്. അപ്പോൾ അതിനകത്ത് സംഖ്യകളോ അല്ലെങ്കിൽ എണ്ണമായിട്ടോ തിട്ടപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ സ്വഭാവമൊക്കെ ക്വാളിറ്റി, അതിൻ്റെ സവിശേഷ ഗുണം, ക്വാളിറ്റിയാണ് ആ റിസർച്ചിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാറ്റ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. അതാണ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലുള്ള വ്യത്യാസം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് എ റേഞ്ച് ഓഫ് കൈൻഡ്സ് ഓഫ് റിസർച്ച്, the common feature of which is reliance on unstructured data and on forms of data analysis that are non-numerical. ഇപ്പോൾ ക്വാളിറ്റേറ്റീവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓർത്തിരിക്കേണ്ടത് നോൺ ന്യൂമറിക്കൽ ആയിരിക്കണം. അതിൻ്റെ ഡാറ്റ അനാലിസിസും ഡാറ്റയും ഒക്കെ നോൺ ന്യൂമറിക്കലാണ്. ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ എന്താണ്, അത് കുറേ കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിയറികളും കോൺസെപ്റ്റ്സും ഒക്കെ ആയിരിക്കും. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ qualitative and quantitative data or qualitative and quantitative research. Next one is textual analysis. Textual analysis is a methodology that involves the understanding of language, symbols or pictures present in text to gain information regarding how people make sense of and communicate life and life experiences. അപ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റിനകത്ത് കിട്ടുന്ന ചിത്രങ്ങൾ, അതുപോലെ തന്നെ ചില ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഷ,
ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ആശയവിനിമയ രീതിയായിരിക്കും ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ചില റെപ്രസെൻറ്റേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ചില രേഖകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് അവർ ഒരു ഭാഷാപരമായിട്ടുള്ള എഴുത്ത് അല്ലെങ്കിൽ വരയുടെയൊക്കെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതികൾ അതിനെ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കുക. എന്നിട്ട് അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്, അതിൻ്റെ സെൻസ് എന്താണ്, അതിൻ്റെ എസെൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. വിഷ്വൽ, റിട്ടൺ ഓർ സ്പോക്കൺ മെസ്സേജസ് പ്രൊവൈഡ് ക്ലൂസ് ടു വേസ് ത്രൂ വിച്ച് കമ്മ്യൂണിക്കേഷൻ മേ ബി അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിഹ്നങ്ങളും വരകളും രേഖകളും രേഖപ്പെടുത്തലുകളും ഭാഷയും ഒക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ജനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഭാഷയും പ്രത്യേക രീതിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ റിസർച്ചുമായി നമ്മൾ നോക്കുന്ന സമയത്ത്. സോഷ്യൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ദാറ്റ് ഈസ് ടെക്സ്റ്റുവൽ അനാലിസിസ്. അടുത്തത് സെമിയോട്ടിക്സ് ആണ്, സ്റ്റഡി ഓഫ് സിമ്പിൾസ് ആണ്. ഈ സിമ്പിൾസിൻ്റെ പഠനത്തെയാണ് നമ്മൾ സെമിയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം. സെമിയോട്ടിക്സ് ഓർ സെമിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സയൻസ്, സിമ്പിൾസ് ആൻഡ് സൈനിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ചില ചിഹ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ചിഹ്നങ്ങളായി മാറുന്നത് എങ്ങനെയാണ്, ചില സിമ്പിൾസ് എന്തൊക്കെയാണ്, അടയാളങ്ങൾ, ഇതൊക്കെ കുറിച്ചുള്ള പഠനമാണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. ദ സെമിയോട്ടിക് ട്രഡീഷൻ എക്സ്പ്ലോർസ് ദ സ്റ്റഡി ഓഫ് സയൻസ് ആൻഡ് സിമ്പിൾസ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. Unlike linguistics, semiotics also studies non-linguistic science systems. Semiotics is an investigation into how meaning is created and how meaning is communicated. അപ്പോൾ സെമിയോട്ടിക്സ്, ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ്. സെമിയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഭാഷയെ അല്ലാതെ തന്നെയുള്ള ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സയൻസ് വേറെ ഉണ്ടാവും. അത്തരം ചിഹ്നങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും കൂടി പഠിക്കുന്ന ശാഖയാണ് സെമിയോട്ടിക്സ്. അതാണ് ലിംഗ്വിസ്റ്റിക്സും സെമിയോട്ടിക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എങ്ങനെയാണ് ഒരു മീനിങ് ഉണ്ടാകുന്നത്, ഒരു പ്രത്യേക ചിത്രത്തിന് ഒരു മീനിങ് എങ്ങനെ ഉണ്ടാകുന്നു, ആ മീനിങ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഒരു പ്രത്യേക ചിത്രത്തിന് ഒരു പ്രത്യേക മീനിങ് വന്നു, അതിനെക്കുറിച്ചൊക്കെ പഠനം വളരെ രസകരമായിട്ടുള്ള പഠനമാണ് സെമിയോട്ടിക്സ് എന്നറിയപ്പെടുന്നു. സെമിയോട്ടിക് ഈസ് എ ഡിസിപ്ലിൻ ഇൻ വിച്ച് കൾച്ചർ, സൊസൈറ്റി ആൻഡ് നാച്ചുറൽ ഫിനോമിന ആർ എക്സ്പ്ലോർഡ് ആസ് സയൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൾച്ചറും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രത്യേകതകളും കമ്മ്യൂണിക്കേഷനും ഒക്കെ സയൻസിലൂടെ നടക്കുന്നു. അത്തരം ചിഹ്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സെമിയോട്ടിക്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ എസ് സോഷ്യൽ റിസർച്ച് ഈസ് കൺസേൺ. ഇനി ഓറൽ ട്രഡീഷൻസ് ആണ്. വാമൊഴി ട്രഡീഷൻസിനെയാണ് നമ്മൾ ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എഴുതപ്പെടാതെ വാമൊഴിയായി പകർന്നു കൊടുക്കപ്പെടുന്ന അറിവാണ് ഈ ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. നാടൻ പാട്ടുകളുണ്ടാവാം, ചികിത്സാവിധികളുണ്ടാകാം, അതുപോലെ തന്നെ സ്തുതികളുണ്ടാകാം, അങ്ങനെ ധാരാളം ഉണ്ടാകാം. The first and most widespread mode of human communication was oral tradition. ഏറ്റവും ആദ്യത്തേതും ഏറ്റവും അധികം പ്രചാരത്തിലിരുന്നതുമായിട്ടുള്ള ട്രഡീഷനാണ് ഓറൽ ട്രഡീഷൻ. Oral tradition is the information passed down through the generation by word of mouth that is not written down. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതപ്പെടാതെ ഒരു സമൂഹത്തിൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവ് ആണ്, കൾച്ചറാണ്, സംസ്കാരമാണ് വാമൊഴി എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ്. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ട്രഡീഷൻസ് ഉണ്ടാകാം, ലിറ്ററേച്ചർ ഉണ്ടാകാം, നിയമങ്ങളുണ്ടാകാം. ഇതൊക്കെ പലപ്പോഴും പ്രാചീന സമൂഹങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. ഓറൽ ട്രഡീഷൻ മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ എ സൊസൈറ്റി ടു പാസ് നോളജ് അക്രോസ് ജനറേഷൻസ് വിതൗട്ട് റൈറ്റിംഗ്. അപ്പോൾ എഴുത്ത് ആവശ്യമില്ല എന്നുള്ളതാണ്. എഴുതി വയ്ക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. ദേ ഹെൽപ്പ് പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് ആർ യൂസ് ടു ടീച്ച് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദെയർ കൾച്ചർ. അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വാമൊഴിയിലൂടെയാണ്, ഓറൽ ട്രഡീഷനിലൂടെയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് മേഖലയാണ് ഓറൽ ട്രഡീഷൻസ്. അടുത്തതാണ് ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച്. ആ പേരിൽ തന്നെയുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഷയം. ഇൻ്റർ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ
ബന്ധപ്പെട്ടത് അത്തരം വിഷയങ്ങൾ ഒന്നിൽ കൂടുതൽ വിഷയങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് നടത്തുന്ന റിസർച്ച് എന്നാണ് അതിനർത്ഥമുള്ളൂ. Interdisciplinary research is a mode of research by teams or individuals that integrates information, data, techniques, tools, perspectives, concepts or theories from two or more disciplines. That's the most important word, two or more disciplines or bodies of specialized knowledge to advance fundamental understanding. അപ്പോൾ റിസർച്ച് തന്നെയാണ്, വേറെ ഒന്നുമല്ല, ഗവേഷണം തന്നെ. പക്ഷേ ഒരു സബ്ജക്റ്റില്ല. അപ്പോൾ ചരിത്രം മാത്രമല്ല, ഹിസ്റ്ററി സബ്ജക്റ്റ് മാത്രമല്ല, ഹിസ്റ്ററിയും ആർക്കിയോളജി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന്, രണ്ട് വിഷയങ്ങൾ ചേർന്ന് ഒരു റിസർച്ച് നടത്തും. അല്ലെങ്കിൽ ഹിസ്റ്ററിയും എക്കണോമിക്സും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അതിനകത്ത് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സ് തീർച്ചയായിട്ടും ഉണ്ട്, ചരിത്രവുമുണ്ട്. ഇതാണ് ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പഠനം. ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഇൻവോൾവ് ആകുന്ന ചരിത്രം എന്നേ അർത്ഥമുള്ളൂ, ഗവേഷണം എന്നേ അർത്ഥമുള്ളൂ. ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡി അലൗസ് for synthesis of characteristics from many disciplines. നമുക്കറിയാവുന്ന കാര്യമാണ്. Interdisciplinary studies involve the combining of two or more academic disciplines into one activity. ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു. ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ഒരു ഗവേഷണത്തിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. Module 2, Research in Practice 1. So, what is a research design? Okay, a research design appropriate for a particular research problem usually involves the consideration of the following factors. അപ്പോൾ താഴെയുള്ള 4 പ്രത്യേകതകളൊക്കെയാണ് സാധാരണ റിസർച്ച് ഡിസൈനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നു, അതിൻ്റെ തുടക്കം, ആ തുടക്കത്തിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഏകദേശം ഒരു ഘടന എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡ്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു കരട് എന്നൊക്കെ നമുക്ക് റിസർച്ച് ഡിസൈനിനെ വിളിക്കാം. ഫസ്റ്റ് വൺ, ദ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ. അപ്പോൾ റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ അറിവുകൾ, ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടും, വസ്തുതകൾ എവിടെ നിന്ന് കിട്ടും. ദ അവൈലബിലിറ്റി ആൻഡ് സ്കിൽസ് ഓഫ് ദ റിസർച്ചർ ആൻഡ് ഹിസ് സ്റ്റാഫ്. ഓക്കെ, റിസർച്ചറുടെ സ്കിൽസും അയാൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ള കാര്യം. പിന്നെ മറ്റാരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, റിസർച്ച് തനിച്ചല്ല, ഒരു ടീം തന്നെ ഉണ്ടെങ്കിൽ അവരെത്രത്തോളം അവൈലബിൾ ആണ്, അവർക്ക് എത്രത്തോളം സമയം മാറ്റിവെക്കാനുണ്ടാവും, അവരെത്രത്തോളം സ്കിൽഡ് ആണെന്നുള്ള കാര്യം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. ഓക്കെ, ഈ പഠിക്കാൻ പോകുന്ന പ്രോബ്ലം, ഈ പ്രശ്നം, ഈ വിഷയം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശ്യങ്ങളും. ദ അവൈലബിലിറ്റി ഓഫ് ടൈം ആൻഡ് മണി ഫോർ ദ റിസർച്ച്. മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സമയം, ധാരാളം സമയവും, എത്രത്തോളം സമയമുണ്ട്, എത്രത്തോളം പണം ഇതിനു വേണ്ടി ചിലവാക്കാൻ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം, ഫെലോഷിപ്പുകളുണ്ടോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഇനി സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ചില സ്റ്റെപ്സാണ്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമുക്കിവിടെ പ്രധാനപ്പെട്ട ചില സ്റ്റെപ്സ് ഉണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പൊതുവെ ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ, സെലക്ടിങ് എ ടോപ്പിക്, ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നു. ഡിഫൈനിങ് ദ പ്രോബ്ലം, എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, എന്താണ് നമ്മുടെ പ്രോബ്ലം, എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കണ്ടുപിടുത്തം. ഡിഫൈനിങ് ദ പ്രോബ്ലം, അപ്പോൾ ആ പ്രോബ്ലത്തെ നിർവചിക്കുക. റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പഠനങ്ങൾ നടന്നിട്ടുണ്ടാവും, അത് പഠിക്കുക, അത് വായിക്കുക, അത് എഴുതുക, അതാണ് ലിറ്ററേച്ചർ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ. ദെൻ ഫോർമുലേറ്റിംഗ് ഇൻ ഹൈപ്പോത്തിസിസ്, ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു, ഏതാണ്ടൊരു ഊഹം, നമ്മളൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ ആദ്യത്തെ വായനയിൽ പ്രാഥമികമായിട്ട് നമ്മുടെ ഒരു അറിവ് അനുസരിച്ച് നമുക്കൊരു ഊഹം ഉണ്ടാകുന്നു. അത് പിന്നീട് വേണമെങ്കിൽ ശരിയാകാം, തെറ്റാകാം, അത് നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ ശരിയാണെന്നോ തെളിയിക്കുന്നു. സോ യു നീഡ് ടു ഫോർമുലേറ്റ് എ ഹൈപ്പോത്തിസിസ്. അടുത്തത് ചൂസിങ് എ റിസർച്ച് മെത്തേഡ്. ഒരുപാട് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള വിഷയത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രോബ്ലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിസർച്ച് മെത്തഡോളജി നമ്മൾ തിരഞ്ഞെടുക്കണം. കളക്ടിങ് ദ ഡാറ്റയാണ് അടുത്തത്. നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ധാരാളം വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. അനലൈസിങ് ദ റിസൾട്ട്സ്, ഈ ഡാറ്റ കൊണ്ടുവന്ന് നമ്മളതിൻ്റെ റിസൾട്ട്സ് അനലൈസ് ചെയ്യുന്നു. ഷെയറിങ് ദ റിസൾട്ട്സ്, പബ്ലിഷ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ കണ്ടു, ഒരു പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യണം, നമ്മുടെ പ്രശ്നം നമ്മൾ നിർവചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ട് വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഡിഫൈനിങ് ദ പ്രോബ്ലം.
The problem to be investigated must be defined unambiguously, for that will help discriminate relevant data from the irrelevant ones. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ആ പ്രോബ്ലം വളരെ വ്യക്തമായി നമുക്ക് നിർവചിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ അനാവശ്യമായിട്ട് നമ്മുടെ സമയവും ഊർജ്ജവും ഒക്കെ പാഴാക്കാതെ ആവശ്യമുള്ള ഡാറ്റ മാത്രം, അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ തേടി നമ്മൾ പോകും. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് എന്താ വേണ്ടതെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരികയുള്ളൂ. സോ അതുകൊണ്ട് ധാരാളം സമയവും പണവും നമുക്ക് ലാഭിക്കാൻ പറ്റും. മാത്രമല്ല വളരെ പെട്ടെന്ന് നമുക്ക് റിസർച്ച് പൂർത്തിയാക്കാനും സാധിക്കും. ഇൻഫാക്ട് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം ഈസ് ഓഫൻ എസെൻഷ്യൽ ദാൻ എ സൊല്യൂഷൻ. ഒരു ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അത് വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. It is only on the careful dealing of the research problem that we can work out the research design and can smoothly carry on all consequential steps involved while doing research. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എ പ്രോബ്ലം എമർജസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. സയൻറ്റിഫിക് മെത്തേഡ് ഈസ് എൻ അറ്റംപ്റ്റ് ടു സ്റ്റഡി കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദ പ്രോബ്ലം. സോ അത് പ്രാഥമികമായ വായനയും ചെറിയ കണ്ടെത്തലൊക്കെ നടത്തി കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി ഒരു പ്രോബ്ലം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. സോ ഇറ്റ് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ റിസർച്ചർ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് the researcher can use scientific method to understand. Scientific method means empirical observation, scientific observation kind of things, to understand what is really that person need to pursue to continue his or her research. Then research plan ആണ് അടുത്തത്. A research plan is a short document which sets out initial thoughts on a research project in a logical and concise manner. വളരെ ചുരുക്കമായി, വളരെ ചുരുക്കം വാക്കുകളിൽ വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ റിസർച്ച് പ്ലാൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ തോട്ട്സ് ഓൺ റിസർച്ച് പ്രോജക്റ്റ് ഇൻ എ ലോജിക്കൽ ആൻഡ് കൺസൈസ് മാനർ. ഓക്കെ, തുടക്കത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഡ്രാഫ്റ്റ് പോലെ, ഒരു റൂട്ട് മാപ്പ് പോലെയുള്ളതാണ് റിസർച്ച് പ്ലാൻ. A research plan is the main part of a grant application and describes a principal investigator's proposed research. Okay, so ഒരു വലിയ ഒരു റിസർച്ചിൻ്റെ തുടക്കം എന്ന രീതിയിൽ അതിൻ്റെ ഒരു രൂപരേഖ എന്ന് നമുക്ക് റിസർച്ച് പ്ലാനിനെ വിളിക്കാം. അടുത്തത് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ആണ്. So working hypothesis is a preliminary researcher's assumption on the research topic. അപ്പോൾ നേരത്തെ നമ്മൾ ഹൈപ്പോത്തിസിസിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഊഹമാണ്, ഒരു കാര്യം ഇങ്ങനെ ആകാമെന്നൊരു ഊഹമാണ്, അത് ശരിയോ തെറ്റോ ആകും. അപ്പോൾ അങ്ങനെ തുടക്കത്തിലുള്ള ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന്. The working hypothesis is provisionally adopted to explain the relationship between some observed facts for guiding a researcher in the investigation of a problem. അപ്പോൾ ഒരു പ്രോബ്ലം, ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഗവേഷണം തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടാകുന്ന ഒരു പ്രാഥമികമായ വായനയും തിരച്ചിലിനൊക്കെ എടുക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ഏകദേശ ഐഡിയയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുന്നത്, വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ആ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് നമ്മുടെ പഠനത്തിലൂടെ തെളിയിക്കാവുന്നതാണ്. Collection of data, very important. Data collection is the process of gathering and measuring information on variables of interest in an established systemic fashion that enables one to answer stated research questions, test hypotheses and evaluate outcomes. അപ്പോൾ ധാരാളം ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഒരു നന്നായി ഒരു റിസർച്ച് പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമുക്ക് വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. നമ്മുടേതായിട്ടുള്ള ചില ഉത്തരങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ഡാറ്റ ആകുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമ്പോഴാണ് നമ്മൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. So data രണ്ട് തരത്തിലുണ്ട്, primary and secondary data. Primary data is information collected through original or first hand research. For example, surveys and focus groups discussion. ഇപ്പോൾ സർവേസ് ഒക്കെ ഫസ്റ്റ് പ്രൈമറി ഡാറ്റയാണ്. ഒറിജിനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് റിസർച്ചിന് ശേഷമുള്ള ഡാറ്റയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഡാറ്റ സെക്കൻഡറി ഡാറ്റയാണ്. ഇസ് ഇൻഫർമേഷൻ വിച്ച് ഹാസ് ബീൻ കളക്റ്റഡ് ഇൻ ദ പാസ്റ്റ് ബൈ സം. നേരത്തെ ആരോ കളക്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ വി കോൾ ഇറ്റ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയാണ് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ളത്. സെക്കൻഡറി ഡാറ്റയ്ക്ക് അത്രയും പ്രാധാന്യമില്ല.
സോ ഈ പ്രൈമറി സെക്കൻഡറി ഡാറ്റയെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടി കാണുക. ഈ പേപ്പറുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ കുറച്ചുകൂടി വിവരങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടും. അതുകൂടി നിങ്ങൾ ഇതിനൊപ്പം കാണണം. Then primary data sources include surveys, observations, experiments, questionnaires, focus groups, interviews, etc. ഇതൊക്കെ പ്രൈമറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ജേർണൽസ്, അതുപോലെ തന്നെ പേഴ്സണൽ സോഴ്സസ്, ന്യൂസ് പേപ്പർ, വെബ്സൈറ്റ്സ്, ഗവൺമെൻറ് റെക്കോർഡ്സ് ഒക്കെ സെക്കൻഡറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ ഈസ് ഓഫൻ റെഡ്ലി അവൈലബിൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ പ്രൈമറി ഡാറ്റ. പലപ്പോഴും പ്രൈമറി ഡാറ്റ കിട്ടാനാണ് ഒരുപാട് ബുദ്ധിമുട്ട്. സെക്കൻഡറി ഡാറ്റ ധാരാളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രൈമറി ഡാറ്റയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സെക്കൻഡറി ഡാറ്റ കുറച്ചുകൂടി ലെസ് ഒത്തൻറ്റിക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ദെൻ ഫോട്ടോഗ്രാഫ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റിസർച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർച്ച് ഫോട്ടോഗ്രാഫ്സ് ഓഫർ ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ഫോർ അക്വയറിംഗ് നോളജ് ബൈ സ്റ്റിമുലേറ്റിംഗ് റാപ്പോ between the researcher and the community, facilitating interviews, promoting feedback and augmenting verbal data. ഫോട്ടോഗ്രാഫ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോട്ടോഗ്രാഫ്സ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് തരുന്നത്, റിസോഴ്സാണ് നമുക്ക് തരുന്നത്. ദെൻ റെലിക്സ് ഉണ്ട്, തിരുശേഷിപ്പുകളെയാണ് നമ്മൾ റെലിക്സ് എന്ന് പറയുന്നത്. Relics derived from the word reliquia, meaning remains. Relics are an important aspect of some forms of Buddhism, Christianity, Hinduism, Islam, Shamanism and many other religions. So, for example, നമ്മൾ ബുദ്ധ സ്തൂപങ്ങൾക്ക് മുകളിൽ ഇതുപോലെ ബുദ്ധൻ്റെ ഒരു റിലീക്ക് ഉണ്ടായിരിക്കും, പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ റിലീക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ചരിത്ര ഗവേഷണത്തിൽ, സോഷ്യൽ റിസർച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഓറൽ സോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓറൽ ട്രഡീഷൻസിനെ കുറിച്ച് പറഞ്ഞു. സോ ഓറൽ ഹിസ്റ്ററി പ്രൊവൈഡ്സ് ഇത്തരം ഓറൽ ആയിട്ട് വാമൊഴിയായിട്ട് പ്രചരിച്ചിട്ടുള്ള പല കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രം തന്നെയാണ് പലതും. സോ അത്തരം ചരിത്രം, വാമൊഴി ചരിത്രം, oral history provides a fuller, more accurate picture of the past by augmenting the information provided by public records, statistical data, photographs, maps, letters, diaries and other historical materials. അപ്പോൾ നമുക്കത് ഒരുപാട് ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് നിലനിൽക്കുന്ന മിത്തുകളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം നാടോടി വിജ്ഞാനീയവുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. ഓറൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തി അത് കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു ചരിത്രം നമുക്ക് എഴുതി ഉണ്ടാക്കാൻ സാധിക്കും. Oral history involves interviewing a person or group to get an inside perspective into what it was like to live in a particular group within a society. ആളുകളുടെ ഇൻ്റർവ്യൂ, അവരുടെ മുൻ തലമുറകളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ, ഇതൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ വഴിയൊക്കെ മനസ്സിലാക്കാം. സോ ദെയർ ആർ ഓറൽ സോഴ്സ്. ഇൻ്റർവ്യൂ ഒരു ഓറൽ സോഴ്സ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ദെൻ ഡിജിറ്റൽ റിപ്പോസിറ്ററി. എന്താണ് റിപ്പോസിറ്ററി നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന, ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം എന്നാണ് റിപ്പോസിറ്ററി. ഒരു ശേഖരം, അതാണ് റിപ്പോസിറ്ററി. ഡിജിറ്റൽ ആകുമ്പോൾ ഇത് ഇലക്ട്രോണിക് റിപ്പോസിറ്ററിയാണ്. ഡിജിറ്റൽ റിപ്പോസിറ്ററി ഈസ് എൻ ഓൺലൈൻ ആർക്കൈവ്. ഒരു ഓൺലൈൻ ശേഖരമാണ് ഫോർ the storage of digital objects. These can range from digital archives, moving or still image galleries, manuscripts, anything that is in electronic format. ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നമ്മൾ സാധനങ്ങൾ, ഡോക്യുമെൻറ്റ്സ് എടുത്തു വയ്ക്കുമ്പോൾ അത് ചിത്രങ്ങളായിരിക്കാം, വീഡിയോസോ ഓഡിയോസോ ആയിരിക്കാം, സ്കാൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളായിരിക്കാം. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ റിപ്പോസിറ്ററി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിപ്പോസിറ്ററി, ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമാണ് ചെയ്യുന്നത് വിചാരിക്കുക. ഒരു റിസർച്ച് സെൻറ്ററോ ഒരു ഗവേഷണ സ്ഥാപനമോ ഒരു യൂണിവേഴ്സിറ്റിയോ ചെയ്യുന്ന സമയത്ത് it becomes an institutional repository, and it can be viewed as a set of services that a university offers to members of its community for the management and dissemination of digital materials created by the institution, particularly a research institution. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അധ്യാപകർക്കും ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇത്തരം ഡിജിറ്റൽ റിപ്പോസിറ്ററീസ് യൂണിവേഴ്സിറ്റികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ ആ ഇലക്ട്രോണിക് ഫോമിലുള്ള ആ ഡാറ്റ സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഡിജിറ്റൽ റിപ്പോസിറ്ററി എന്ന് വിളിക്കുന്നത്. ദെൻ വി ഹാവ് ആർക്കൈവ്സ്. ആർക്കൈവ്സും ഏതാണ്ട് അത് തന്നെയാണ്. is an accumulation of historical research or the physical place where they are located. Archives contain primary source documents that have accumulated over the course of an individual or organization's lifetime and are kept to show the function of that person or organization. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ
അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ധാരാളം രേഖകൾ. ഒരു പത്രമാണെങ്കിൽ ആ പത്രത്തിൻ്റെ ആദ്യത്തെ എഡിഷൻ മുതൽ എല്ലാ എഡിഷൻ്റെയും കോപ്പികൾ ആർക്കൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 100 വർഷം മുൻപോ അല്ലെങ്കിൽ 50 വർഷം മുൻപോ ഉള്ള ഒരു കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്ത കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ പത്ര ഓഫീസിൽ പോയിട്ട്, സ്ഥാപനത്തിൽ പോയിട്ട് അവരുടെ അനുഭാവത്തോടു കൂടി നമുക്ക് പഴയ ആർക്കൈവ്സൊക്കെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം ശേഖരത്തെയാണ് നമ്മൾ ആർക്കൈവ്സ് എന്ന് വിളിക്കുന്നത്. അത് ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഒരു പത്രസ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞത്. Archive data consists of older data that remains important to the organization or must be retained for future reference or regulatory compliance reasons. Archives are important source for answering our questions about the past. ഒരു സംശയമില്ല, ആർക്കൈവ്സ് ചരിത്രം പുനർനിർമ്മിതിക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്, ഒരുപാട് സഹായം ചെയ്യുന്നവയാണ്. Then we have museums. ഇപ്പോൾ മ്യൂസിയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മ്യൂസിയം ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കെയർസ് ഫോർ എ കളക്ഷൻ ഓഫ് ആർട്ടിഫാക്ട്സ് ആൻഡ് അതർ ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക്, കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ ഓർ സയൻറ്റിഫിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് തലത്തിലും ഒരു കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, സയൻറ്റിഫിക് തലത്തിലും ഒക്കെ പ്രാധാന്യമുള്ള ആർട്ടിഫാക്ട്സിനെ, പുരാവസ്തുക്കളെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയംസ്. അതിന് പലതരത്തിലുള്ള ഒബ്ജക്ട്സ് അവിടെ ഉണ്ടാകാം. മെറ്റീരിയൽസ് ഓഫ് കൾച്ചറൽ, റിലീജിയസ് ഓർ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അതിനെ പ്രിസർവ് ചെയ്യുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ മാത്രമല്ല ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടൊക്കെ മ്യൂസിയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. A museum is a non-profit permanent institution in the service of society and its development, open to the public, which acquires, conserves, researches, communicates and exhibits the tangible and intangible heritage of humanity. മൂർത്തവുമായിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ ചരിത്രം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മ്യൂസിയം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂസിയംസ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്. ആർക്കിയോളജിക്കൽ മ്യൂസിയംസ് ഉണ്ട്, ആർട്ട് മ്യൂസിയംസ് അല്ലെങ്കിൽ ആർട്ട് ഗാലറി, എൻസൈക്ലോപീഡിക് മ്യൂസിയംസ്, ഹിസ്റ്റോറിക് ഹൗസ് മ്യൂസിയം, ഹിസ്റ്ററി മ്യൂസിയംസ്, മാരിടൈം മ്യൂസിയം, മിലിറ്ററി ആൻഡ് വാർ മ്യൂസിയംസ് ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. E-library അല്ലെങ്കിൽ നമുക്കതിന് ഇലക്ട്രോണിക് ലൈബ്രറി എന്ന് വിളിക്കാം. An e-library or digital library is a physical site or website that provides around the clock online access to digitized audio, video and written material. അപ്പോൾ നമുക്കറിയാം, ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഫിസിക്കൽ ലൈബ്രറിയെ പോലെ തന്നെയാണ്. ചിലപ്പോൾ അതൊരു ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ അതൊരു വെബ്സൈറ്റ് ആയിരിക്കാം. അപ്പോൾ നമുക്കത് അതിനകത്ത് ഈ ഓഡിയോ, വീഡിയോ, അതുപോലെ തന്നെ വേർഡ് ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് അത് ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ഈ സമയത്ത് അത് ഓൺലൈനായിട്ട് നമുക്കത് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഹൗസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയി നമുക്കത് കമ്പ്യൂട്ടറോ മറ്റോ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് വിളിക്കുന്നത്. ആൻഡ് ലൈബ്രറി ഹാസ് നോട്ട് ഓൺലി ടെക്സ്റ്റ് ഡാറ്റ ബട്ട് ഓൾസോ സൗണ്ട്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ ഡാറ്റ. നമുക്കറിയാവുന്ന കാര്യമാണ്. library system provides the latest functions as well as allowing book to be displayed on screen as if they are printed books. ബുക്സ് എല്ലാം ഈ പറയുന്ന ഡിജിറ്റൽ ഫോമിലാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേകളിൽ, ചെറിയ ഡിസ്പ്ലേകളിൽ പോയിട്ട് നമുക്ക് ടാബ്ലറ്റിലൊക്കെ വായിക്കുന്നത് പോലെ ഇതൊക്കെ വായിക്കാൻ സാധിക്കും. അങ്ങനെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഇത്തരം ഇലക്ട്രോണിക് ലൈബ്രറീസ്. പല ലൈബ്രറീസും ഓൺലൈനാണ്, ഒരു വെബ്സൈറ്റ് ആയിരിക്കും പലപ്പോഴും. അതിൽ കയറി നമുക്ക് ഓൺലൈനായിട്ട് വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം, വാടകയ്ക്ക് പുസ്തകങ്ങൾ എടുക്കാനൊക്കെ സാധിക്കും. അടുത്തത് ഫീൽഡ് റിസർച്ചാണ്. ഫീൽഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമൂഹം, ആളുകൾ, അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോയി, സൈറ്റിൽ പോയി പഠിക്കുന്ന റിസർച്ച് നടത്തും. ദാറ്റ് ഈസ് ഫീൽഡ് റിസർച്ച്. ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് of data collection that aims to observe, interact and understand people while they are in a natural environment. ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ തന്നെ വെച്ച് നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുക, അവരെ പഠിക്കാൻ ശ്രമിക്കുക, അവരോടൊപ്പം ജീവിച്ച കാര്യങ്ങൾ പഠിക്കുക. ദാറ്റ് ഈസ് ഫീൽഡ് റിസർച്ച്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് സർവേ റിസർച്ച് ആർ എക്സാമ്പിൾസ് ഓഫ് ഫീൽഡ് റിസർച്ച് മെത്തേഡ്സ്. ഒരു ഫീൽഡ് റിസർച്ച് മെത്തേഡിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ സർവേ നടത്തുന്നത് ഒരു ഫീൽഡ് റിസർച്ചാണ്. ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മളവിടെ പോകുന്നത് ഫീൽഡ് റിസർച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആളുകളെ പോയി അവരുടെ പാർട്ടിസിപ്പേഷന് വേണ്ടി നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ അവരുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ഇറ്റ്സ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഫീൽഡ് റിസർച്ച്. ഇൻ്റർവ്യൂസ് എന്താണ് നമുക്കറിയാം. നമുക്ക് പലപ്പോഴും ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. ആസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക് വിച്ച് ഇൻവോൾവ്സ് ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ടു കൺവേഴ്സ് വിത്ത് റെസ്പോണ്ടൻസ്. ആളുകളുമായിട്ട് കോൺവെർസേഷൻ നടത്തുക, ആശയവിനിമയത്തിൽ ഏർപ്പെടുക, ചോദ്യങ്ങൾ
ഓപ്പൺ എൻഡഡ് ആണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഉത്തരം ഇന്നതായിരിക്കണം എന്നുള്ള ഒരു രീതിയിലല്ല നമ്മൾ ചോദിക്കുന്നത്. വി ആർ ആക്ച്വലി ഒരു സർവേ അല്ല, മറിച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യങ്ങളുടെ ഉത്തരം അവരവരുടേതായ രീതിയിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ല എന്നർത്ഥം. This is an important data gathering technique involving verbal communication between the researcher and the subject. നമുക്കറിയാവുന്ന കാര്യമാണ്. Interviews are commonly used in survey designs and in exploratory and descriptive studies. Okay, interviews വളരെ പ്രധാനപ്പെട്ടതാണ്. Then questionnaire, ചോദ്യാവലികൾ ഉണ്ടാക്കി തയ്യാറാക്കി നമുക്ക് കൊടുക്കാം. So a questionnaire is a research instrument consisting of a series of questions for the purpose of gathering information from the respondents. ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചോദ്യാവലികൾ തയ്യാറാക്കി കൊടുക്കുന്നത്. Questionnaires use both open and closed questions. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡഡ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ക്വസ്റ്റ്യനറുകളിൽ ഉപയോഗിക്കാറുണ്ട് ആവശ്യമനുസരിച്ച്. Then we have survey. A survey is defined as a research method used for collecting data from a predefined group of respondents to gain information and insights on various topics of research. ഇത് ഏതാണ്ട് ക്വസ്റ്റ്യനർ പോലെ തന്നെ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആണ്. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്ത് നിന്ന്, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് അത് സർവേ ആകുന്നു. അതിൻ്റെ എണ്ണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. So surveys have a variety of purpose. The collection of desired information from a population is known as survey. Collection of desired information from a population is known as survey. അപ്പോൾ population എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, the term population mean the all or the totality from which data are collected. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തിരഞ്ഞെടുക്കുന്നു, ആ ആളുകളെയാണ് നമ്മൾ പോപ്പുലേഷൻ വിളിക്കുന്നത്. ആ പോപ്പുലേഷനിലാണ് നമ്മൾ സർവേ നടത്തുന്നത്. ഇനി അതിലെ ഓരോ മെമ്പറേയും നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കാം. എവറി ഇൻഡിവിജ്വൽ ഇൻ ദ പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിൽ ഓരോ ഇൻഡിവിജ്വലിനെ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു സാമ്പിൾ സർവേ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താണ് സാമ്പിൾ സർവേ? എ സർവേ വിച്ച് includes only a sample to represent the characteristics of the entire population under study is called a sample survey. ഒരു സാമ്പിൾ എടുത്ത് പഠിക്കുക. ഇപ്പോൾ 100,000 പേരുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി 100,000 ആളുകൾക്കും സർവേ നടത്തുന്നില്ല. പകരം 1,000 പേരെയോ അല്ലെങ്കിൽ 10,000 പേരെയോ സെലക്ട് ചെയ്ത് അവർക്ക് ചോദ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സർവേ നടത്തിയിട്ട് അതിൻ്റെ വിവരങ്ങൾ എടുത്തിട്ട് അത് മൊത്തം ആ 100,000 ആളുകളുടെ ഒരു സർവേ ആയിട്ട് വിവരങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് സർവേ എന്ന് പറയുന്നത്. Then module 3, research in practice 2. So method of documentation. So document research methods refers to the analysis of documents that contain information about the scenario or event under consideration. About documentation is very important. So document research method refers to the analysis of documents that contains information about the scenario or event under consideration. Then it is used to investigate, categorize and analyze physical sources, most commonly written documents in social and public or digital world. So ഇങ്ങനെ നമ്മൾ ഒരുപാട് ഡാറ്റ നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് കിട്ടുന്ന പല ഡാറ്റയെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമ്മുടെ റിസർച്ചിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് വരുന്നതാണ് ഈ നമ്മുടെ documentation. Documentation is a set of documents provided on paper or online or on digital or analog media such as audio tape. പല രീതിയിൽ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം. നമുക്കത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് കൺസേൺ. ദെൻ ടേക്കിംഗ് നോട്ട്സ്. നമുക്ക് തീർച്ചയായിട്ടും നോട്ട്സ് എടുക്കേണ്ടി വരും. നമ്മൾ വർഷങ്ങളോളം നമ്മൾ ഗവേഷണം നടത്തുന്ന സമയത്ത് നമ്മൾ ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി നോട്ട്സ് എഴുതി വെച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുൻപ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയും മറന്നുപോവുകയും ചെയ്യും. അപ്പോൾ നോട്ട്സ് വളരെ ശാസ്ത്രീയമായിട്ട് വേണം നമ്മൾ എഴുതി ഉണ്ടാക്കാൻ. ടേക്കിംഗ് നോട്ട്സ് ഈസ് എ കീ പാർട്ട് ഓഫ് റിസർച്ച് പ്രോസസ്. It helps learn and allows to see the information in a useful way. Okay, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ നോട്ട്സ് സഹായിക്കും. The most suitable method of recording notes is the card system. ഇപ്പോൾ വെറുതെ നമ്മളൊരു പുസ്തകത്തിൽ നോട്ട് എഴുതി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇഷ്ടമുള്ള പോലെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം അത് എഴുതി വയ്ക്കാൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് കാർഡ് സിസ്റ്റം. ഒരുപാട് കാർഡുകളിൽ നമ്മൾ ഇൻഫർമേഷൻ എഴുതി വയ്ക്കുന്നു. അപ്പോൾ കാർഡുകളായതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലത്
അറേഞ്ച് ചെയ്യാം, പല രീതിയിൽ നമുക്കതിനെ ഡോക്യുമെൻ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടി മാത്രമുള്ള കാർഡ്സ് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഗുണമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് അലൗസ് maximum flexibility in arranging, rearranging, grouping and classifying information. പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം ഈ കാർഡുകൾ ഉപയോഗിക്കുന്നത് പോലെ. 2 sets of cards are used for purpose of recording, one for biographic information and other for actual note taking. While taking notes, only a single factor idea is recorded on each card. Only one side of the card is used. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകൾ, ചെറിയ ചെറിയ കാർഡുകളിൽ നമ്മൾ ഇൻഫർമേഷൻ ശേഖരിച്ചു വയ്ക്കുന്നു. അത് ഒരു വശം മാത്രമാണ് ഉപയോഗിക്കുന്നത്, 2 വശങ്ങളിൽ എഴുതാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട് ടേക്കിംഗ് വളരെ എഫിഷ്യൻ്റ് ആണ്. ഒരു പുസ്തകത്തിലോ നോട്ട്ബുക്കിലോ ഒരു ലെഡ്ജറിലോ നമ്മൾ എഴുതി വയ്ക്കുന്ന പോലെയല്ല. അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും. ഇങ്ങനെ കാർഡുകളാകുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഈ കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ സിപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എ സ്കോളർ വുഡ് ബി റിക്വയർഡ് ടു കീപ് ഗുഡ് സ്റ്റോക്ക് ഓഫ് കാർഡ്സ് വിച്ച് ആർ പ്രിഫറബിളി ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാർഡുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം, സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതിലാണ് നമ്മൾ എഴുതി വെക്കുന്നത്. കാർഡ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ അറേഞ്ച്മെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ, ഓൾദോ ദേ ആർ എക്സ്പെൻസീവ്. കുറച്ച് പണം ചിലവ് കൂടുതലൂടെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി ചിലവുണ്ടാകും. ബട്ട് ദേ ആർ ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ എടുത്ത് വെക്കാനും സൂക്ഷിക്കാനും സാധിക്കും. They are easy to shift and rearrange according to any scheme, chronological, biographical or topical. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കാർഡിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ടോപ്പിക് അനുസരിച്ചാണോ, ബയോഗ്രഫിക്കലായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമുക്ക് എഴുതി അറേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ടു ഗെറ്റ് വാട്ട് യു വാണ്ട് ഫ്രം ദീസ് collection of cards. The scholar too should have as many cards as there are relevant ideas to put down on cards. Each single idea should be treated as a single unit, as if a separate book, and should never be clubbed with another idea. അപ്പോൾ നമുക്ക് ഓരോ ഐഡിയാസും ഓരോ കളക്ഷൻ ഓഫ് കാർഡ്സ് ആക്കി മാറ്റാം. ആ കാർഡുകളെ നമുക്കൊരു പ്രത്യേക രീതിയിൽ ഓറിയൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് 1-2 വിഷയങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള കാർഡ്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. അതിനകത്ത് പിന്നെ സബ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷഫിൾ ചെയ്യാനൊക്കെ സാധിക്കും. എ സിംഗിൾ ഡോക്യുമെന്റ് മേ കണ്ടെയ്ൻ സെവറൽ ഐഡിയാസ്, ഈച്ച് ഓഫ് വിച്ച് ഷുഡ് ബി പുട്ട് ഡൗൺ ഓൺ എ സെപ്പറേറ്റ് കാർഡ്. ഇത് മുഴുവനും എങ്ങനെ കാർഡുകൾ തയ്യാറാക്കാം, വ്യത്യസ്ത വിഷയങ്ങൾക്ക്, വ്യത്യസ്ത ടോപ്പിക്കുകൾക്ക് വ്യത്യസ്ത കാർഡുകൾ ഉപയോഗിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടേക്കിംഗ് നോട്ട്സിൽ വളരെ പ്രധാനപ്പെട്ട നോട്ട് തയ്യാറാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് കാർഡ് സിസ്റ്റം എന്ന് ഓർത്തു വയ്ക്കുക. പ്രസി എന്ന് പറഞ്ഞാൽ സംഗ്രഹിച്ചെഴുതുന്നതിനാണ് പ്രസി എന്ന് പറയുന്നത്. പ്രസി ഈസ് എ ടൈപ്പ് ഓഫ് academic writing where you summarize another piece of text, its main ideas and arguments, in particular to provide insight into the author's thesis. അപ്പോൾ വളരെ സംഗ്രഹിച്ച് എഴുതുക. വേറൊരു പുസ്തകമോ മറ്റോ നമുക്ക് തീസിസിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ വളരെ ചുരുക്കി പ്രിസൈസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. An important skill that academic researchers inevitably acquire in a way of writing is a way of writing brief synopsis or പ്രസി സമ്മറൈസിങ് എ റിസർച്ച് ആർട്ടിക്കിൾ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം സംഗ്രഹിച്ച് എഴുതുക എന്നുള്ളത്. There are a number of ways of writing a പ്രസി and individuals typically develop their own style based on what works for them. അപ്പോൾ പല രീതിയിൽ നമുക്ക് സംഗ്രഹിച്ച് എഴുതാൻ സാധിക്കും. പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ റിസർച്ചർക്കും ഡെവലപ്പായി വരാറാണ് സാധാരണ പതിവ്. വേർഡ് പ്രോസസ്സറാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. വേർഡ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സർ. അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. എ വേർഡ് പ്രോസസ്സർ ഓർ വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം processes words. It also processes paragraphs, pages and entire papers. നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ പാരഗ്രാഫും മറ്റെല്ലാം വെച്ച് തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഉദാഹരണമായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് പെർഫെക്റ്റ്, ഗൂഗിൾ ഡോക്സ്, ലിബ്രെ ഓഫീസ്, ഇതൊക്കെ വേർഡ് പ്രോസസ്സേഴ്സിന് ഉദാഹരണങ്ങളാണ്. ദെൻ ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അപനിർമ്മാണം എന്ന് മലയാളത്തിൽ പറയും. ഡീകൺസ്ട്രക്ഷൻ ഈസ് എൻ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് മീനിങ്. ടെക്സ്റ്റും മീനിങ്ങും തമ്മിലുള്ള അർത്ഥം. ഒരു
ടെക്സ്റ്റും ആ ടെക്സ്റ്റിൽ നമ്മൾ ആരോപിച്ചിട്ടുള്ള അതിൻ്റെ അർത്ഥവും തമ്മിലുള്ള ബന്ധം, ഡീപ്പായിട്ടുള്ള ആ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മെത്തഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് ഒറിജിനേറ്റ് ഫ്രം ദ ഫിലോസഫർ ജോൺ ദെറീദയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. സോ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് സ്ട്രാറ്റജിയാണ്. ഇറ്റ്സ് എ മെത്തഡ്, ഒരു രീതിയാണ്. എന്തിനാണത്? ഇറ്റ്സ് എ സ്ട്രാറ്റജി ഓഫ് ക്രിട്ടിക്കൽ ക്വസ്റ്റനിങ് directed towards exposing unquestionable metaphysical assumptions and internal contradictions in philosophical and literary language. അപ്പോൾ സാധാരണ രീതിയിൽ ഫിലോസോഫിക്കൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ ഈ ഡികൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്, അതായത് ഒരു പ്രത്യേക വാക്കിന്, ഒരു പ്രത്യേക ടെക്സ്റ്റിന് എങ്ങനെയാണ് ആ മീനിങ് വന്നത്, ആ മീനിങ് വരാനുള്ള കാരണം എന്താണ്, അത് നമ്മൾ ആ മീനിങ്ങിൽ നിന്ന് പുറകിലേക്ക് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് അതിനെ തകർത്ത് അതിന് പുറകിലേക്ക് പോയി അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡീകൺസ്ട്രക്ഷൻ. അത് പലപ്പോഴും നമുക്ക് റിസർച്ചിൽ ആവശ്യം വരും, പ്രത്യേകിച്ച് ഫിലോസോഫിക്കൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതിലെല്ലാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സോ ദാറ്റ് ഈസ് ഡീകൺസ്ട്രക്ഷൻ. ഡീകൺസ്ട്രക്ഷൻ വളരെ ഡെപ്തുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില, അല്ലെങ്കിൽ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ ബേസിക് ഐഡിയ, ഈ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഡീകൺസ്ട്രക്ഷൻ ഈസ് എൻ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ദ മീനിങ്. Then objectivity and subjectivity, നമുക്കറിയാവുന്ന കാര്യമാണ്. Objectivity is a personal neutrality. It allows the facts to speak for themselves and not to be influenced by the personal values and biases of the researcher. അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതെ വാസ്തവം എന്താണോ അതിനനുസരിച്ച് ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ തീരുമാനിക്കുക, തെളിയിക്കുക. അതാണ് ഒബ്ജക്റ്റിവിറ്റി. പേഴ്സണൽ ന്യൂട്രാലിറ്റിയാണത്, ഒന്നിലൂടെ നമുക്ക് ചായവില്ല. സബ്ജക്റ്റിവിറ്റി അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഈസ് ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇംപ്രഷൻസ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ് റാദർ ദാൻ എക്സ്റ്റേണൽ ഫാക്ട്സ്. അപ്പോൾ ഫാക്ട്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു മനുഷ്യൻ്റെ താല്പര്യങ്ങളും സ്വഭാവവും ഇഷ്ടവും അനിഷ്ടവും ഇതിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അത്തരം ആളിൽ നിന്ന് വരുന്ന ജഡ്ജ്മെൻറ്റ് സബ്ജക്റ്റീവായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് സബ്ജക്റ്റിവിറ്റി. The notable point is that social science deals with human behavior and relationships. Objectivity principle has become a controversy subject. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ രീതികൾ, മനുഷ്യൻ അടങ്ങുന്ന സമൂഹത്തെക്കുറിച്ചാണല്ലോ സോഷ്യൽ സയൻസ് റിസർച്ച് നടത്തുന്നത്. അപ്പോൾ റിസർച്ച് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതൊരു കോൺട്രവേഴ്സിയാണ് പലപ്പോഴും. ഒരു ഒബ്ജക്റ്റിവിറ്റി വെച്ച് എങ്ങനെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യ സമൂഹത്തെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളത് ഇറ്റ്സ് സ്റ്റിൽ എ കോൺട്രവേഴ്സി. സബ്ജക്റ്റിവിറ്റി പ്രിവെയിൽസ് വെൻ ഐഡിയാസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ബയസ്, പ്രെജുഡിസസ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒബ്ജക്റ്റിവിറ്റി എന്താണ്, സബ്ജക്റ്റിവിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ന്യൂട്രാലിറ്റിയാണ്. സബ്ജക്റ്റിവിറ്റി ഈസ് വെൻ യു ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷൻസ് ഓർ യുവർ ഓൺ പ്രിഫറൻസസ്, യുവർ ലൈക്സ് ആൻഡ് അൺലൈക്സ്, യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അതാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് മറ്റൊരു ഫിലോസഫിക്കൽ തോട്ടാണ്. 20ാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തിലാണ് അത് വരുന്നത്. 1ാം ലോക മഹായുദ്ധം, 2ാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേണിസം ഈസ് ലാർജ്ലി എ റിയാക്ഷൻ ടു ദ അസ്യൂംഡ് സെർട്ടനിറ്റി ഓഫ് സയൻറ്റിഫിക് ഓർ ഒബ്ജക്റ്റീവ് എഫേർട്സ് ടു എക്സ്പ്ലെയിൻ റിയാലിറ്റി. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ സയൻസിൻ്റെ വളർച്ച അതിഗംഭീരമായിരുന്നു. അപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രം കാണിച്ചു തരുന്നതാണെന്നുള്ള വിശ്വാസമാണ് യുദ്ധത്തിന് മുൻപ്, ഈ 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. പക്ഷേ അത് കൊണ്ടുവന്നത് വലിയ തകർച്ചയായിരുന്നു, വലിയ ദുരന്തങ്ങളായിരുന്നു. ധാരാളം ആളുകൾ മരിച്ചു പോകുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷം ഈ ശാസ്ത്രവും ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അതിനെതിരെയുള്ള ഒരു വിമർശനവും അതിനെ വളരെ വലിയ സംശയത്തോടെ നോക്കി കാണുന്ന ഒരു പുതിയ പ്രവണത വരുന്നു. അല്ലെങ്കിൽ എല്ലാം ശാസ്ത്രം കൊണ്ട് നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിക്ക് അപ്പുറത്ത് ഒരു സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും നമുക്ക് ഒരുതരം ശാസ്ത്രത്തെ പ്രത്യേകിച്ച് ഒരുതരം സംശയത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു പുതിയ മൂവ്മെൻറ്റ് വരുന്നു. അതിന് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ഉത്തരാധുനികത. ആധുനികതയ്ക്ക് ശേഷം വന്ന ഉത്തരാധുനികത. So it is characterized by broad skepticism.
സ്കെപ്റ്റിസിസമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സബ്ജക്റ്റിവിസം നോക്കൂ, ഒബ്ജക്റ്റിവിസം അല്ല സബ്ജക്റ്റിവിസമാണുള്ളത്. അല്ലെങ്കിൽ റിലേറ്റിവിസം, എന്തും റിലേറ്റീവാണ് അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ കോണ്ടെക്സ്റ്റിലും വ്യത്യസ്തമാണ് ഓരോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജനറലൈസേഷൻ സാധ്യമല്ല. സയൻസ് പറയുന്ന പോലെ ഒരു 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 യൂണിവേഴ്സൽ റൂള് സാധ്യമല്ലെന്ന് പറയുന്നു. ജനറൽ സസ്പീഷൻ ഓഫ് റീസൺ, അതുപോലെ തന്നെ യുക്തിയെ ആക്രമിക്കുക അല്ലെങ്കിൽ യുക്തിയെ പ്രാധാന്യം ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റും പോസ്റ്റ് മോഡേണിസത്തിലുണ്ട്. ആൻഡ് an acute sensitivity to the role of ideology in asserting and maintaining political and economic power. So that is postmodernism. റിസർച്ചിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, ഒരു രീതിയാണ് ജനറലൈസേഷൻ. Generalization is to press all the details of the narrative to yield very significant results. സോ നമ്മൾ റിസൾട്ടിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം ഡാറ്റ കണ്ടെത്തുന്നു, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ആ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നും ആണ് നമ്മൾ ജനറലൈസേഷൻ നടത്തുന്നത്. ഇറ്റ് സംസ് അപ്പ് ദ എൻറ്റയർ തീസിസ് വിത്തിൻ എ ഫ്യൂ കോഗൻറ്റ് സിഗ്നിഫിക്കൻറ്റ് വെൽ തോട്ട് ഓഫ് പാസേജസ്. അപ്പോൾ ഈ ജനറലൈസേഷനാണ് നമ്മുടെ മൊത്തം നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളും റിസർച്ചിൻ്റെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങളും മറ്റുമൊക്കെ നമ്മൾ അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാസേജാക്കി നമ്മളതിനെ മാറ്റുമ്പോഴാണ് ജനറലൈസേഷനായി മാറുന്നത്. ഇറ്റ് ഈസ് ദ എപ്പിലോഗ്, ദ കേസ്, ദ ഫൈനൽ അസസ്മെൻറ്റ് ഓർ എസ്റ്റിമേറ്റ് ഓഫ് ദ ഓൾ വർക്ക്, എൻ്റയർ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ജനറലൈസേഷനെ വിളിക്കാം. നാച്ചുറലി ഇറ്റ് ബിക്കംസ് ദ വെരി എസൻസ് ഓർ സ്പിരിറ്റ് ഓഫ് ദ തീസിസ്. Generalization refers to the extent to which findings of an empirical investigation hold for a variation of populations and settings. അപ്പോൾ ജനറലൈസേഷൻ വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മൾ റിസർച്ച് തുടങ്ങി, റിസർച്ചിന് വേണ്ട ഡാറ്റയെല്ലാം ശേഖരിച്ചു, ഡാറ്റയെല്ലാം കിട്ടി, അത് കഴിഞ്ഞ് നമ്മൾ അത് എന്തൊക്കെയാണ് കിട്ടിയത്, അതിന് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഈ മനസ്സിലാക്കിയെടുക്കൽ, ഈ ചിന്നിച്ചേറി കിടക്കുന്ന ഈ ഡാറ്റയെല്ലാം നമ്മൾ കൊണ്ടുവന്നതിനെ മനസ്സിലാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി കൊണ്ടുവരുന്ന ആ പ്രോസസ്സാണ് ജനറലൈസേഷൻ. The definition of generalization is closely related to the concept of external validity, which concerns whether findings of a particular study can be applied to unexamined subjects and contexts. For example, ഒരു പ്രത്യേക സമൂഹത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠനം, അതിൻ്റെ ജനറലൈസേഷൻ, അവിടുത്തെ ആളുകൾ ഇങ്ങനെയാണ്, ആളുകൾ അങ്ങനെയാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ പ്രത്യേക കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ അതൊരു ജനറലൈസേഷനാണ്. ആ ജനറലൈസേഷൻ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, മറ്റു സമൂഹത്തിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചാണ് അതൊരു തിയറി ആയിട്ട് മറ്റുമൊക്കെ മാറുന്നത്. സോ ജനറലൈസേഷൻ പെർട്ടൈൻസ് ടു വാരിയസ് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഇൻക്ലൂഡിങ് പാർട്ടിസിപ്പൻസ്, സെറ്റിംഗ്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ്. അങ്ങനെ ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന റിസർച്ചിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനറലൈസേഷൻസിനും വലിയ മാറ്റങ്ങളുണ്ടാകാം. The analysis of the facts related to the concerned problem helps the investigator to draw generalization. Analysis of facts related to the concerned problem. അപ്പോൾ ജനറലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു റിസർച്ച് പ്രോബ്ലം വേണമെന്ന് പറഞ്ഞല്ലോ. ആ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് എത്താനാണ് നമ്മൾ ഈ പറയുന്ന ഫാക്ട്സ് കണ്ടെത്തുന്നത്. അപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങി ഇത്തരം വിവരശേഖരണത്തിന് ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച്, ഇൻ്റലക്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ജനറലൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ അത് തന്നെയാണ് റിസർച്ച്, അത് തന്നെയാണ് ഗവേഷണം. മൊഡ്യൂൾ 4 എക്സ്പോസിഷൻ. അതിലാദ്യമായിട്ട് സിന്തസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പഠിക്കുന്നു, ഒരു പ്രോസസ്സ് പഠിക്കുന്നു. റിസർച്ച് സിന്തസിസ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ദ റിസൾട്ട്സ് ഓഫ് multiple primary research studies and aimed at testing the same conceptual hypothesis. അപ്പോൾ ഒരുപാട് പ്രൈമറി റിസർച്ചിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഡാറ്റ, ആ ഡാറ്റയൊക്കെ പല രീതിയിൽ ചിന്നിച്ചെറി കിടക്കുകയായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ സിന്തസിസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരൊറ്റ ആളുകൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് നമുക്ക് റിസർച്ചിനെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ പ്രോസസ്സാണ് സിന്തസിസ് എന്ന് പറയുന്നത്. Synthesis is a written discussion that draws one or more sources
at the very basic level, synthesis refers to combining multiple sources and ideas. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സോഴ്സും ഐഡിയാസും ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു വായിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ഡാറ്റയും മറ്റോ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ റിസർച്ചിൻ്റെ മൊത്തം എന്ത് നിങ്ങൾ മനസ്സിലാക്കി, എന്താണ് നിങ്ങളുടെ റിസർച്ചിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമ്മൾ മനോഹരമായി തയ്യാറാക്കുന്ന പ്രോസസ്സാണ് ആ സിന്തസിസ്. അല്ലെങ്കിൽ ആ തയ്യാറാക്കിയ ഔട്ട്പുട്ടിനെ നമുക്ക് സിന്തസിസ് എന്ന് വിളിക്കാം. ദെൻ റൈറ്റിംഗ് എ റിസർച്ച് പേപ്പർ നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. റിസർച്ച് പേപ്പറും തീസിസും തമ്മിൽ, ഒരു PhD തീസിസ് തമ്മിലൊക്കെ വളരെ അടിസ്ഥാനപരമായ ബന്ധങ്ങളുണ്ട്. ദ മേജർ പാർട്സ് ഓഫ് റിസർച്ച് പേപ്പർ ആർ, ഒരു റിസർച്ച് പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഒരു അബ്സ്ട്രാക്റ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഇപ്പോൾ മൊത്തം റിസർച്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംഗ്രഹിച്ചെഴുതുന്നു. ദെൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണെങ്കിൽ അത് വിവരിക്കുന്നു, ഫൈൻഡിങ്സ് എന്താണ്, അനാലിസിസ് ആണ് എന്താണ്, ഡിസ്കഷൻ നടത്തുന്നു, ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് മേഖല മാത്രമാണ് നിങ്ങളുടെ റിസർച്ച് ബാധിക്കുന്നത്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ സ്കോപ്പും എന്തൊക്കെയാണ്, അതിനിപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റെഫറൻസസ്, ഏതൊക്കെ റെഫറൻസ് നമ്മൾ ഉപയോഗിച്ചു, ഇതൊക്കെ ചേർന്നാണ് സാധാരണ രീതിയിൽ ഒരു റിസർച്ച് പേപ്പർ എഴുതിയുണ്ടാക്കുന്നത്. There are essentially two basic types of research paper, argumentative and analytical. രണ്ട് തരത്തിലുള്ള റിസർച്ച് പേപ്പേഴ്സാണ് പൊതുവേ ഉള്ളത്. ഒന്ന് ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്, മറ്റൊന്ന് അനലിറ്റിക്കലാണ്. ആർഗ്യുമെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള കുറേ പുതിയ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് ഒരു കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, ശരിയാണെന്ന് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. അനലിറ്റിക്കൽ എന്ന് പറയുന്നത് കുറേ ഡാറ്റ കൊണ്ടുവന്ന് യു ആർ അനലൈസിങ് ഇട്ട്, നിലനിൽക്കുന്ന ഡാറ്റയെ അനലൈസ് ചെയ്ത് നമ്മൾ ആൾക്കാർ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില പുതിയ മുഖങ്ങൾ കൊണ്ടുവരികയാണ് അനലിറ്റിക്കൽ റൈറ്റിംഗിൽ ചെയ്യുന്നത്. എ റിസർച്ച് പേപ്പർ യൂഷ്വലി ഫോളോസ് എ റിസർച്ച് പേപ്പർ ഔട്ട്ലൈൻ ദാറ്റ് ഗൈഡ്സ് ദ റൈറ്റർ ഇൻ ക്രിയേറ്റിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അത് കഴിഞ്ഞ് റിസർച്ച് മെത്തേഡ്സ്, അത് കഴിഞ്ഞ് ഫൈൻഡിങ്സ് ആൻഡ് അനാലിസിസ്, ഡിസ്കഷൻ, അത് കഴിഞ്ഞ് ലിമിറ്റേഷൻസ്, ഫ്യൂച്ചർ സ്കോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ദെൻ റെഫറൻസ്. ആ ഒരു ലൈനാണ് മിക്കവാറും എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ. അടുത്ത അനലിറ്റിക്കൽ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അനലിറ്റിക്കൽ റൈറ്റിംഗ് ഈസ് കോമൺലി റിക്വയർഡ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ടു ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീസസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് അനലിറ്റിക്കൽ റൈറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്, അനാലിസിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ഒരുപാട് ചിതറിക്കിടക്കുന്ന ഡാറ്റകൾ കിട്ടും, അതിനെയൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് റിസർച്ചിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു കണ്ടന്റ് ആക്കി അതിനെ മാറ്റുക എന്നുള്ളത് അനലിറ്റിക്കൽ റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, അസസ് ആൻഡ് ഇവാലുവേറ്റ്. അപ്പോൾ അതിനകത്ത് കമ്പാരിസൺ ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, അസസ്മെൻ്റ് ഉണ്ട്, ഇവാലുവേഷൻ എല്ലാം ചേർന്നാണ് അനലിറ്റിക്കൽ റൈറ്റിംഗ്. An analytical type of essay differs from other type of essays. An analytical essay is just an analysis of literary text. Okay, analytical writing അത്രയാണുള്ളത്. Then chapterization. സാധാരണ നമ്മൾ ഈ തീസിസ് എല്ലാം ഓരോ ചാപ്റ്ററുകളായിട്ട് മാറ്റുന്നു. ആ ചാപ്റ്ററുകൾ പൊതുവേ വരുന്ന ഒരു രീതിയാണ്, അതിൻ്റെ ഒരു ഘടനയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം ഇൻട്രൊഡക്ഷൻ, ദെൻ ലിറ്ററേച്ചർ റിവ്യൂ, ദെൻ മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ്, നിങ്ങൾ ഉപയോഗിച്ച മെത്തേഡ്സ് എന്തൊക്കെയാണ്, റിസർച്ച് റിസൾട്ട്സും ഡിസ്കഷൻസും, അതാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. മൊത്തം നിങ്ങളുടെ തീസിസിൻ്റെ ബോഡി എന്ന് പറയുന്നത് റിസർച്ച് റിസൾട്ട്സും ഡിസ്കഷൻസുമാണ്. ഫിഫ്ത്ത് വൺ ഈസ് ദ കൺക്ലൂഷൻ. ഇതാകുമ്പോൾ എൻ്റയർ ചാപ്റ്റേഴ്സ് ആണ്. പൊതുവെ വരുന്ന അധ്യായങ്ങൾ ഇങ്ങനെയാണ് അധ്യായങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി ചാപ്റ്റർ ആക്കുന്നതിനൊരു ലോജിക്കുണ്ട്, അധ്യായങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനൊരു ലോജിക്കുണ്ട്. അതെന്താണ്? ദ ലോജിക്കൽ സ്ട്രക്ചറിങ് ഓഫ് ചാപ്റ്റേഴ്സ്, സെക്ഷൻസ് ആൻഡ് സബ്സെക്ഷൻസ് ഹെൽപ്പ് to introduce the reader systematically to the necessary background and makes him receptive to the new ideas and conclusions which he will be exposed to. അപ്പോൾ ഈ ചാപ്റ്ററൈസേഷൻ ആദ്യം മുതൽ അവസാനം വായിക്കുന്ന ഒരാൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യണം. അതുകൊണ്ട് സെക്ഷൻസും സബ്സെക്ഷൻസും ഒക്കെ അതനുസരിച്ച് വേണം നമ്മൾ ക്രമീകരിക്കാൻ. അപ്പോൾ ആദ്യം വായിക്കുന്ന ആൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാവണം, അത് കഴിഞ്ഞ് പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാകണം, ഡിസ്കഷൻ കൊണ്ടുവരുമ്പോൾ മനസ്സിലാകണം, അവസാനം കൺക്ലൂഷനിൽ എത്തിയിട്ട് ഇതൊക്കെയാണ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. ആ ഫ്ലോ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചാപ്റ്ററൈസേഷൻ ചെയ്യേണ്ടത്. ഈ ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സെൻട്രൽ ഐഡിയ വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്, ആർഗ്യൂഡ് ആൻഡ് കൺക്ലൂഡ്. ഓരോ ചാപ്റ്ററിനകത്ത് വെറുതെ ഒരു ചാപ്റ്റർ ഉണ്ടാക്കുകയല്ല, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചായിരിക്കണം ഓരോ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു കൺക്ലൂഷൻ ആയിരിക്കണം അതിനകത്ത്. ദ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസർട്ടേഷൻ ഓർ തീസിസ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ റിസർച്ച് പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കണം ചാപ്റ്റേഴ്സ് ചെയ്യേണ്ടത്? അതൊക്കെ നിങ്ങളുടെ റിസർച്ചിൻ്റെ ചില പ്രത്യേകതകൾ അനുസരിച്ച് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടാം, കുറയാം, പേരുകൾ മാറാം, അതിൻ്റെ സ്വഭാവമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. സൈറ്റേഷൻ ഈസ് എ റെഫറൻസ് ടു എ സോഴ്സ്. നമ്മൾ ഉപയോഗിച്ച ഒരു സോഴ്സ്, ആ സോഴ്സിനെ
കൊടുക്കുന്ന റെഫറൻസ് ആണ് സൈറ്റേഷൻ. അപ്പോൾ ഈ പറയുന്ന ഒരാളുടെ പുസ്തകത്തിലോ റിസർച്ചിലോ ഇങ്ങനെ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസർച്ചിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചു എന്ന് നമ്മൾ കാണിക്കുന്നു സൈറ്റേഷൻ വഴി. ആ റെഫറൻസ് ആണ് സൈറ്റേഷൻ. More precisely, a citation is an abbreviated alphanumeric expression embedded in the body of an intellectual work that denotes an entry in the bibliographic reference section of the work for the purpose of acknowledging the relevance of the works. Okay, അപ്പോൾ ഈ നമ്മുടെ വർക്കിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് മറ്റൊരു വർക്ക്, അത് അക്നോളജ് ചെയ്യുന്ന, അതിൻ്റെ പ്രാധാന്യം നമ്മൾ പറയുന്ന, നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന, നമ്മളത് എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ് സൈറ്റേഷൻ. സൈറ്റേഷൻ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച റിസോഴ്സിനെ റെഫറൻസ് കൊടുക്കുന്നതിനാണ് സൈറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അത് മിക്കവാറും ഏതെങ്കിലും ഒരു റിസർച്ച് പേപ്പറിൽ നിന്ന് മറ്റോ നമ്മൾ എടുക്കുന്നതായിരിക്കും. ദെൻ വി ഹാവ് ഫുട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ്. ആ പേര് കാണിക്കുന്ന പോലെ നമ്മൾ ഒരു പേജിനകത്ത് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ആ പേജിൽ തന്നെ വിവരിക്കുകയാണെങ്കിൽ അത് പേജിന് താഴെ കൊടുക്കുന്നു, അതിനെ ഫുട് നോട്ട് എന്ന് വിളിക്കുന്നു. ആ ഡോക്യുമെൻറ്റിന് അവസാനമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ എൻഡ് നോട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫുട് നോട്ട്സിനെ കുറിച്ചും എൻഡ് നോട്ട്സിനെ കുറിച്ചും നേരത്തെ പറഞ്ഞതുപോലെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണുക. ഫുട് നോട്ട്സ് ആർ ഫൗണ്ട് അറ്റ് ദ ബോട്ടം ഓഫ് എ പേജ്. ദേ സൈറ്റ് റെഫറൻസസ് ഓർ കമൻറ്റ് ഓൺ എ ഡെസിഗ്നേറ്റഡ് പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ് above it. End notes are located at the end of a complete document. In research papers and reports, footnotes commonly acknowledge the source of facts and quotations that appear in the text. Okay. സാധാരണ റിസർച്ച് പേപ്പറുകളിൽ ഫുട് നോട്ട്സ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ഫാക്റ്റോ സോഴ്സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കൊട്ടേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാനാണ് താഴെ നമ്മൾ ഫുട് നോട്ട്സ് റിസർച്ച് പേപ്പറിൽ ഉപയോഗിക്കുന്നത്. എൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ അവസാനത്തിലാണ് കാണിക്കുന്നത്. ഫുട് നോട്ട്സും എൻഡ് നോട്ട്സും ഒക്കെ എഴുതാൻ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ആ മോഡൽസിൻ്റെ 3 പേരുകൾ ഓർത്ത് വയ്ക്കുക. ഒന്ന് APA, അതായത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു മോഡലുണ്ട്. MLA മോഡൽ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന വേറെ സ്റ്റൈലുണ്ട്, അത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. പിന്നെ ഒന്ന് ഷിക്കാഗോ മാനുവൽ. ഇങ്ങനെ 3 സ്റ്റൈൽസാണുള്ളത്. ദെൻ ബിബ്ലിയോഗ്രഫി. എന്താണ് ബിബ്ലിയോഗ്രഫി? ബിബ്ലിയോഗ്രഫി ഈസ് ആൻ ആൽഫബറ്റൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഓൾ സോഴ്സസ് യൂസ്ഡ് ഇൻ ദ പേപ്പർ. നമ്മളൊരു പേപ്പറിലോ തീസിസിലോ പുസ്തകത്തിലോ നമ്മൾ ഉപയോഗിച്ച എല്ലാ സോഴ്സസും അതിൻ്റെ ഒരു വിവരണം, അതിലൊരു ലിസ്റ്റാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക് ആൻഡ് അലൗസ് ദ റീഡർ ടു വെരിഫൈ ദ വെറാസിറ്റി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫിഗേഴ്സ് പ്രസൻറ്റഡ് ഇൻ ദ എസ്സേ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട റിസോഴ്സ് ഉണ്ട് എന്ന് കാണിക്കാനാണ് പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ അവസാനം, റിസർച്ച് പേപ്പറിൻ്റെ അവസാനം ഇങ്ങനെ ബിബ്ലിയോഗ്രഫി കൊടുക്കുന്നത്. അപ്പോൾ അത് വായനക്കാരന് കൂടുതൽ എക്സ്ട്രാ ഇൻഫർമേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി ഒക്കെ പരിശോധിക്കണമെങ്കിൽ ബിബ്ലിയോഗ്രഫി വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ അലൗസ് ദ റൈറ്റർ ടു ഗിവ് പ്രോപ്പർ ക്രെഡിറ്റ് ഫോർ കോഡ്സ് ഓർ കീ ഫ്രേസസ് സോ ആസ് ടു അവോയ്ഡ് പ്ലാജിയറിസം. ഇപ്പോൾ പ്ലാജിയറിസം എന്ന് പറയുന്നത് ഈ ലിറ്ററേച്ചറിൻ്റെ മോഷണത്തെയാണ് നമ്മൾ പ്ലാജിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാജിയറിസം ഒഴിവാക്കാൻ വേണ്ടി ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും ഉള്ള വിവരണം കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ഇതുപോലെ നിങ്ങൾ പുസ്തകത്തിൻ്റെയോ പേപ്പറിൻ്റെ അവസാനം കാണുന്നതാണ്. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് കറസ്പോണ്ടിങ് പേജ് റെഫറൻസസ് ദാറ്റ് പോയിന്റ് റീഡേഴ്സ് ടു ദ ലൊക്കേഷൻസ് ഓഫ് വാരിയസ് ടോപ്പിക്സ് വിത്തിൻ എ ബുക്ക്. ഇപ്പോൾ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ടോപ്പിക്കുകളുടെ ഒരു ലിസ്റ്റ് അവസാനം കൊടുക്കുന്നു, അതിന് നേരെ പേജ് നമ്പർ കൊടുക്കും. അപ്പോൾ അപ്പോൾ പുറത്ത് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് ഇത്രാമത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പേജ് നേരെ പോയി നോക്കിയാൽ മതി, എല്ലാ പേജും മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇൻഡെക്സ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് അപ്പൻഡിക്സ് കണ്ടെയ്ൻസ് സപ്ലിമെൻ്ററി മെറ്റീരിയൽ ദാറ്റ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലെ റിസർച്ച് പേപ്പറിൻ്റെ എസെൻഷ്യൽ ആയിട്ട് അത്യാവശ്യമുള്ള ഒരു സാധനമല്ല, റിസോഴ്സ് അല്ല, എന്നാലും വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടി അത് നമുക്ക് ആഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റായിട്ട് അവസാനം നൽകുന്നു. അത് വായനക്കാരന് താല്പര്യമുണ്ടെങ്കിൽ എക്സ്ട്രാ അറിവിന് വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് അത്യാവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ അല്ല, എന്നാലും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പോലെയാണുള്ളത്. സോ ഇറ്റ് ഗിവ്സ് എ മോർ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് മെയിൻ ബോഡിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് പേപ്പറിനകത്തോ ഉൾക്കൊള്ളിക്കാൻ മാത്രം ഒരുപാട് വലുപ്പമുള്ള, ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഡാറ്റയാണെങ്കിൽ നമുക്കത്
അതിൽ മെയിൻ ബോഡിയിൽ കൊടുക്കാതെ നമുക്കത് അപ്പൻഡിക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും അപ്പൻഡിക്സിൻ്റെ ഒരു ഉപയോഗമാണ്. അടുത്തത് പ്ലാജിയറിസം. ലിറ്റററി തഫ്റ്റിനെയാണ് നമ്മൾ പ്ലാജിയറിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റൊരു അയാളുടെ കൃതി അയാളുടെ സമ്മതമില്ലാതെ തങ്ങളുടേതായിട്ട് കോപ്പി അടിച്ച് തങ്ങളുടേതായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് പ്ലാജിയറിസം എന്ന് വിളിക്കുന്നത്. പ്ലാജിയറിസം ഈസ് പ്രസൻറ്റിംഗ് അനദർ പേഴ്സൺസ് ഐഡിയാസ്, ഇൻഫർമേഷൻ, എക്സ്പ്രഷൻസ് ഓർ എൻറ്റയർ വർക്ക് ആസ് വൺസ് ഓൺ. ഇറ്റ് ഈസ് ദസ് എ കൈൻഡ് ഓഫ് ഫ്രോഡ്. അതൊരു ഫ്രോഡാണ്. ഡിസീവിങ് അതേഴ്സ് ടു ഗെയിൻ സംതിങ് ഓഫ് വാല്യൂ. സോ plagiarists are seen not only as dishonest but also as incompetent, incapable of doing research and expressing original thoughts. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനോ റിസർച്ച് ചെയ്യാനോ പറ്റാത്തവരാണ് പ്ലാജിയറിസം നടത്തുക എന്നാണ് നമ്മൾ പറയുന്നത്. സോ വെൻ പ്രൊഫഷണൽ റൈറ്റേഴ്സ് ആർ exposed as plagiarists, they are likely to lose their jobs. അപ്പോൾ നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കാണാറുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള എഴുത്തുകാരൊക്കെ ഇത്തരത്തിലുള്ള സാഹിത്യം മോഷണം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇമേജിനെ അത് ബാധിക്കുന്നുണ്ട്. ഡിറക്റ്റ് പ്ലാജിയറിസം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഇസ് ദ വേർഡ്, അതെന്താണെന്ന് വെച്ചാൽ ഇസ് എ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് എ സെക്ഷൻ ഓഫ് സംവൺ എൽസ് വർക്ക് വിതൗട്ട് അട്രിബ്യൂഷൻ ആൻഡ് വിതൗട്ട് കൊട്ടേഷൻ മാർക്സ്. വേറൊരാൾ എഴുതിയത് അതുപോലെ തന്നെ വാക്കുകളിൽ പോലും മാറ്റമില്ലാതെ വേർഡ് ബൈ വേർഡ് ആയിട്ട് അതുപോലെ കോപ്പി ചെയ്ത് അയാളാണത് എഴുതിയെന്നുള്ള കാര്യമൊന്നും പുറത്തു പറയാതെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഉദ്ധരണികൾ ഉപയോഗിക്കാതെ അതുപോലെ തന്നെ തൻ്റേതാക്കുന്ന ഡയറക്റ്റായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്ലാജിയറിസം എന്ന് വിളിക്കുന്നത്. അടുത്തത് കോപ്പി എഡിറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. എന്താണ് കോപ്പി എഡിറ്റിംഗ് നോക്കാം. ഇതിനെ മാനുസ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഷിക്കാഗോ മാനുവലിലൊക്കെ അതിനെ മാനുസ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. കോപ്പി എഡിറ്റിംഗ് അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ് എഡിറ്റിംഗ് is the process of revising written material to improve readability and fitness, as well as ensuring that text is free of grammatical and factual errors. ഒരു പുസ്തകമോ ഒരു റിസർച്ച് പേപ്പറോ അല്ലെങ്കിൽ ഒരു തീസിസ് എഴുതിയതിന് ശേഷം കോപ്പി എഡിറ്റിംഗ് നടത്തുന്നു. അതായത് അതിൻ്റെ റീഡബിലിറ്റി ഒന്നുകൂടി നന്നാക്കുക, സെൻറ്റൻസ് ഒക്കെ ഒന്ന് മാറ്റി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വായനാസുഖം ഒന്ന് കൂട്ടുക, അതൊന്നുകൂടി മനോഹരമാക്കുക, അതിൻ്റെ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സും അല്ലെങ്കിൽ ഫാക്ച്വൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക, അതിനെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ സാധാരണ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ കണ്ടൻറ്റ് മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്, മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല. സോ ജസ്റ്റ് ആസ് ദ നെയിം ഇംപ്ലൈസ്, കണ്ടൻറ്റ് എഡിറ്റിംഗ് ഓർ എഡിറ്റിംഗ് ഫോക്കസസ് ഓൺ ദ കണ്ടൻറ്റ് ഓഫ് ദ റിട്ടൺ പീസ്. എ കണ്ടൻറ്റ് എഡിറ്റർ വിൽ അഡ്ജസ്റ്റ് യുവർ കണ്ടൻറ്റ് ആൻഡ് ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് ഓവറോൾ. അപ്പോൾ അവർ ചെറിയ കുറച്ചുകൂടി ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത്, കണ്ടൻറ് എഡിറ്റിംഗ് വിളിക്കുന്നത്. കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് കോപ്പി എഡിറ്റിംഗ്. താങ്ക് യു.